മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇദാ ആദ റജുലു അഖാഹു, ഒരാൾ തന്റെ സഹോദരനെ, ഇദാ ആദ റജുലു അഖാഹുൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരനെ ആരെങ്കിലും രോഗസന്ദർശനത്തിന് വേണ്ടി പോയാൽ, അങ്ങനെ രോഗിയായിരിക്കെ സന്ദർശിക്കാൻ പോയാൽ, മശാ ഫി ഖിറാഫത്തിൽ ജന്ന ഹത്താ യജ്ലിസ, ആ നടന്നു പോകുന്ന വ്യക്തി അവൻ നടക്കുന്നത് ഏതിലൂടെയാണ്? സ്വർഗത്തോപ്പിലെ പഴങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണവൻ. സ്വർഗീയമായ തോട്ടത്തിലെ സ്വർഗത്തിലെ ഫലങ്ങളും പഴങ്ങളുമൊക്കെ പറിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആര്? ഒരു വ്യക്തി തൻ്റെ മുസ്ലിമായ സഹോദരന്റെ രോഗം കാണാൻ വേണ്ടി പോകുമ്പോൾ ആ പോക്കിൽ പോലും അങ്ങനെയാണ്. ഹത്താ യജ്ലിസ, അവൻ അവിടെ എത്തിയിരിക്കുന്നത് വരെ അവന് കിട്ടാനുള്ളത് എന്താണ്? സ്വർഗത്തോപ്പിലെ പഴങ്ങൾ പറിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഫൈദാ ജലസ, ഇനി അവൻ അവിടെ പോയി ഇരുന്നാലോ, അവൻ അവിടെ ഇരിക്കുമ്പോഴോ, ഗമറത്തുഹുർ റഹ്മത്തു, റഹ്മത്ത് അവനെ മൂടുകയാണ്. ഗമറ എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ റഹ്മത്ത് ഇറങ്ങുന്നു എന്ന അർത്ഥത്തിലല്ല, അവനെ മൂടും എന്നാണ്. എന്ന് പറഞ്ഞാൽ റഹ്മത്തുൽ കസീറ എന്നാണ്, ധാരാളം റഹ്മത്തുകൾ അവനിൽ ഇങ്ങനെ പെയ്തിറങ്ങും എന്നാണ്, വർഷിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ അവിടെ പോയിട്ടിരുന്നു. ഇനി ആ സന്ദർശനത്തിന്റെ സമയം നോക്കൂ നിങ്ങൾ. ഫഇൻ കാന ഗുദുവതൻ, അവൻ പ്രഭാത നേരത്താണ് അവൻ സന്ദർശിക്കാൻ പോയതെങ്കിൽ, സ്വല്ലാ അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നത് വരേക്കും 70,000 മലക്കുകൾ ഈ സന്ദർശകന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടേയിരിക്കും.